എൻ്റെ മോടെ കഴുത്തിൽ പാട് കണ്ടില്ലേ നിങ്ങൾ? കണ്ടോ? നല്ല വേദനയുണ്ട്. ഒരു വിഷയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ ഒരു കുട്ടീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ കഴുത്തിലും ഇതുകൊണ്ടൊരു പാടുണ്ട്. ഈ കഴുത്തിൽ കിടക്കുന്ന സാധനം സ്വർണ്ണമല്ല കേട്ടോ, ആദ്യമേ പറയാം, സ്വർണ്ണമല്ല. പക്ഷേ ഇത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് മോഷ്ടിക്കാൻ വരുന്നവന് വില അറിയാമല്ലോ. 1,20,000 മുകളിലെ വില. പൈസ ആവശ്യമുള്ളവൻ, മോഷ്ടിക്കാൻ നടക്കുന്നവൻ, അവനിത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് നോക്കാനുള്ള ഒരു വഴി അവൻ്റെ കയ്യിലില്ല. അവൻ പിടിച്ചു വലിക്കത്തേ ഉള്ളൂ. മക്കളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ജീവനാണ്. നമ്മൾ വിദൂരത്തായിരിക്കുന്ന സമയത്തും ഓരോ മണിക്കൂറിലും വീഡിയോ കോൾ ചെയ്ത് നിങ്ങളുടെ ചിരിയും കളിയും കാണാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഇത് എൻ്റെ മകളുടെ കഴുത്തിൽ പിടിച്ച് വലിച്ചു എന്ന് അല്ല ഞാൻ പറയുന്നത്. എന്താണെന്നറിയില്ല. കണ്ടപ്പം എനിക്ക് ഇന്നലെ എൻ്റെ അടുക്കൽ വന്ന് പരിഭവം പറഞ്ഞ ആളുകളുടെ അതേ സിമുലാരിറ്റി തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരെ കുട്ടീനെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയതാണ് കല്യാണത്തിന്. പിന്നെ നോക്കുമ്പോൾ കുട്ടിയുടെ കഴുത്തിലൊരു പാട്. അപ്പോൾ അവർ പറയുന്നത് പോലും ഈ മാല പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ ഇങ്ങനെ വലിക്കുന്നതാണെന്ന്. ഒരു പവൻ്റെ സ്വർണത്തിന് പകരം നമ്മുടെ മക്കളുടെ ജീവനായിരിക്കും ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത്. കള്ളനെ പിടിച്ചുകൊണ്ട്, പ്രതിനെ പിടിച്ചുകൊണ്ട് ശിക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മക്കൾ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് കുട്ടികളെ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ സാധനം, അത് സ്വർണ്ണമാകണമെന്നില്ല, ഇതേ കടലിലുള്ള സാധനങ്ങൾ പരമാവധി ഇട്ട് കൊടുക്കാതെ, വേനേണ്ട മോനെ, ഇതേ കടലിലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ഊരി വെപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് മുന്നോടിയായിട്ട് പറഞ്ഞേ ഉള്ളൂ. കാരണം ഇവരുടെ നഷ്ടം അല്ലെങ്കിൽ ഇവരുടെ അസാന്നിധ്യം പോലും നമുക്ക് എത്ര പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവന് എന്തെങ്കിലും ഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഈ അവസ്ഥയിലാവുമോ? തകർന്നു പോകില്ലേ? തളർന്നു പോകില്ലേ? നമ്മളിപ്പോൾ ജീവിക്കുന്നത് പോലും അവരുടെ കളിയും ചിരിയിലുമാണെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് മറ്റുള്ളവരെ അവരുടെ മുമ്പിൽ ആർഭാടം കാണിക്കാൻ വേണ്ടിയോ, നമ്മൾ സമ്പന്നരാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയോ, ഗർവിന് വേണ്ടിയോ, നാട്യത്തിന് വേണ്ടിയൊക്കെ ഇത് ഇട്ട് കൊടുക്കുമ്പം ചിലപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയത്തില്ല. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ പോലും ദ്രോഹിക്കുന്ന കാലഘട്ടമാണ് പല കാരണത്തിനു വേണ്ടി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക.